നമസ്കാരം. ഇവർക്കിടെ ഇരീനോസ് ഇന്നത്തെ സെഷൻസ് ഹിന്ദു ടെക്സ്റ്റൽ ആർട്ടിക്കിൾസ് ആണ്. ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്ലഡ്സ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന എന്നുള്ള ആർട്ടിക്കിളാണ്. ഈവൻ ദോ ഇത് ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉടനീളം മിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫ്ലഡുകളും അല്ലെങ്കിൽ മറ്റ് ഡിസാസ്റ്റേഴ്സും ഒക്കെ തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫ്ലഡ് എന്നുള്ള ടോപ്പിക് എടുത്തിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഉടനീളം അല്ലെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളം നോക്കിയാലും അതിന്റെ കാര്യത്തിൽ ബാക്കിലൊന്നുമല്ല, അപ്പൊ ഇവിടങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലഡിന്റെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് എന്തുകൊണ്ട് ഫ്ലഡ്സ് ഒക്കർ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിന്റെ ഡിസ്കഷൻ നമ്മൾ നടത്താൻ പോകുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ, ബിക്കോസ് അത് എക്കണോമിക്സിൽ RBI ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇതിനു മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ഇന്ന് ക്ലിയർ കട്ട് ആയിട്ട് അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് മീൻസ് പോയിന്റുകൾ വെച്ച് ഇന്നൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. RBI അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ ഇത് പഠിക്കാൻ പോകുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ലോ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ലോ കമ്മീഷൻ എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ലോ കമ്മീഷൻ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നത്. അപ്പോൾ ലോ കമ്മീഷൻ എന്ന് പറയുമ്പോഴേക്കും ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മളിത് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാൻ പോകുന്നത്. ദെൻ ഇന്നത്തെ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ മെയിൻ ആർട്ടിക്കിൾ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെന്റ്മെന്റ് ബിൽ 2024. അതായത് നിലവിൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ആണുള്ളത്. ഏകദേശം പറയുവാണെങ്കിൽ 20ഓളം വർഷം പഴക്കമാകാറായി ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അപ്പൊ അതിനെ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു അമെന്റ്മെന്റ് ബില്ല് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോക്സഭയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇത് ഒരു ബിൽ അല്ലെങ്കിൽ ഗവർണൻസിന്റെ സ്ട്രക്ചറിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരും. അതുപോലെ അതേ സ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ശേഷം ഈ 4 ടോപ്പിക്കും വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു MCQ കൂടെ സോൾവ് ഇട്ടായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഫ്ലഡ്സ് ഇൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന ലീവ് തൗസൻഡ്സ് ഹോംലെസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു, ഈവൻ ദോ ഇത് ഈ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശിലും ആ ഒരു ഹൈദരാബാദ് തെലങ്കാനയിലൊക്കെ ഉണ്ടായ ഒരു വാർത്തയാണെങ്കിൽ പോലും ഇതിന് ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ നാഷണൽ ലെവലിൽ പഠിക്കാനുണ്ട്. ബിക്കോസ് ഇപ്പൊ മിക്ക സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ആയാലും അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ജനജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഫ്ലഡ്സിന് നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് മെയിൻലി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ അതാണ് വാട്ട് ആർ ദ കോസസ് ബിഹൈൻഡ് ഇൻക്രീസ്ഡ് ഫ്ലഡിംഗ് ഫിനോമിന ഇൻ അവർ കൺട്രി എന്നാണ്. സോ ഫസ്റ്റ് ടോപ്പിക് അൺപ്ലാൻഡ് ആയിട്ടുള്ള റാപ്പിഡ് അർബനൈസേഷൻ ആണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതിപ്പോൾ ഒഫീഷ്യലി നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ സെൻസസ് കണ്ടക്ട് ചെയ്യണം. ബട്ട് ഇവിടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെയുള്ള റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൈനയെ ഈ പറഞ്ഞ സർപ്രസ് ചെയ്ത് ഇന്ത്യ ഈ പറഞ്ഞ 141 കോടി ജനസംഖ്യയുമായിട്ട് നമ്മൾ ഏറ്റവും നമ്പർ 1 ഈ പറഞ്ഞ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഫസ്റ്റ് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ പറഞ്ഞ പോലെ താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ബിക്കോസ് അവർക്ക് ഈ പറഞ്ഞ പ്രോപ്പർ ആയിട്ട് റിസൈഡ് ചെയ്യാനായിട്ടുള്ള ഷെൽട്ടേഴ്സ് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അർബനൈസേഷൻ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ അൺപ്ലാൻഡ് ആയിട്ടാണ് അർബനൈസേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻ വന്നു കഴിയുമ്പോഴേക്കുള്ള പ്രശ്നങ്ങളാണ് നഗരങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും നഗരങ്ങളിലൊക്കെ തന്നെ, നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം. ബിക്കോസ് അവിടുത്തെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. മെയിൻലി ചിലപ്പോൾ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കാം, ഇല്ലെന്നല്ല പറയുന്നത്, ഉണ്ടായിരിക്കാം, പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ അൺപ്ലാൻഡ് അർബനൈസേഷന്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഈ മഴവെള്ളങ്ങൾ വരുന്നതിന് അത് പ്രോപ്പറായിട്ട് ഒഴുകി പോകാതെ ഒഴുകി പോകാൻ പറ്റുന്നില്ല. അത് ഈ പറഞ്ഞ റോഡുകളിലൊക്കെ തന്നെ കെട്ടിക്കിടന്ന് അത് ഫ്ലഡ് സിറ്റുവേഷനിലേക്ക് പോകും. ബിക്കോസ് ഫ്ലഡ് എന്നുള്ള ഒരു വാക്കിന് നമ്മൾ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്മുടെ മണ്ണൊക്കെ ഉണ്ടല്ലോ, മണ്ണ് ഈ പറഞ്ഞ പോലെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ അതിന് ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ പുഴ കവിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇല്ല. നമ്മുടെ ലാൻഡ് ഈ പറഞ്ഞ പോലെ ലാൻഡ് വെൻ സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ ഈസ് നോൺ ആസ് ഫ്ലഡ് എന്നാണ് പ്രോപ്പർ അതിന് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ മണ്ണ് ഒരു നിശ്ചിത സമയത്തേക്ക് വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം നമുക്ക് എന്തായാലും വിളിക്കാൻ പറ്റും, ഫ്ലഡ് എന്ന് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അർബൻ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മഴ കൂടുമ്പോഴേക്കും ഈ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ക്ലോഗ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ നഗരങ്ങളിൽ പലപ്പോഴും എന്ത് ഉണ്ടാകുന്നത്, ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഫ്ലഡ് ഉണ്ടാകുന്നത്. സോ അൺപ്ലാൻഡ് ആയിട്ടുള്ള റാപ്പിഡ് അർബനൈസേഷൻ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് തന്നെ ഇതിലേക്ക് വഴിതെളിക്കുന്നതാണ് ഈ ഡിക്രീസ്ഡ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് റിവേഴ്സ്. ഇപ്പം നദികളുടെ ഒക്കെ ആണെങ്കിലും പറയുവാണെങ്കിൽ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന്
അതിന് നാച്ചുറലായിട്ട് കാരണങ്ങളുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എല്ലാ വർഷങ്ങളും ഇത്തരത്തിൽ ഉരുളൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ആ വരുന്ന മണ്ണ് സിൽട്ടൊക്കെ തന്നെ നമ്മുടെ റിവേഴ്സിന്റെ ഒക്കെ തന്നെ ബെഡിൽ അടിഞ്ഞുകൂടി റിവേഴ്സിന്റെ മെയിൻലി ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാട്ടർ ക്യാരിങ് ഹൈറ്റ് ഈ പറഞ്ഞ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അടുത്ത തവണ നല്ലൊരു വെള്ളം വരുമ്പോഴേക്കും, ഒരു നല്ലൊരു മഴ പെയ്ത് വെള്ളം വരുമ്പോഴേക്കും ആ നദികൾ കര കവിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ പോപ്പുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും താമസിക്കാനുള്ള വീടുകൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ അൺഹാബിറ്റഡ് ആയിട്ടുള്ള റിവറൈൻ ഏരിയാസിലേക്കകത്തേക്ക് ആൾക്കാർ ഈ പറഞ്ഞ പോലെ വീടുകൾ വെക്കാനായിട്ട് താമസിക്കുകയും അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ആറിന്റെ ഒക്കെ തീരങ്ങൾ കയ്യേറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കയ്യേറി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ ആക്ച്വലി ആ റിവറിന്റെ ആ ഒരു വിഡ്ത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ റെഡ്യൂസ് ചെയ്യും. അപ്പൊ വിഡ്ത്തൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും എന്താ സംഭവിക്കാൻ പോകുക, അടുത്ത തവണ വെള്ളത്തിന് അത്രയും അളവിലൂടെ ഒഴുകാൻ സാധിക്കത്തില്ല. അവിടെ ഒഴുകുന്ന വെള്ളം കരകവിയുകയും അത് ഫ്ലഡ് സിറ്റുവേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. ഡിക്രീസ്ഡ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി റിവേഴ്സ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. ഇൻഎഡിക്വേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഡ്രെയിനേജ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതാണ് നമ്മൾ കണക്ട് ചെയ്ത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മഴ പെയ്യുന്നതിന്റെ അളവ് ഇപ്പം പണ്ട് കാലങ്ങൾ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അത് പണ്ടത്തെ മഴയുടെ അളവിനെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ശരാശരി പറയുവാണെങ്കിൽ ഒരു മണിക്കൂറിൽ 20 അല്ലെങ്കിൽ 25 മില്ലിമീറ്റർ പെർ അവർ ആ ഒരു റീജിയനിൽ ഉള്ള പണ്ടത്തെ ഒരു കണക്കുകൾ പ്രകാരമാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രെയിനേജസ് ഒക്കെ തന്നെ ഒട്ടുമിക്കതും നമ്മൾ ഈ പറഞ്ഞ പോലെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഒരു മണിക്കൂറിൽ 100-125 മില്ലിമീറ്റർ ഒക്കെ മഴ കിട്ടുന്ന നമ്മുടെ പ്രദേശങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴേക്കും ഈ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റി താങ്ങാൻ പറ്റത്തില്ല. അവയിലൂടെ ഒഴുകുന്ന വെള്ളം അത് കവിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ റോഡിലേക്കൊക്കെ തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അതാണ് ഇൻഎഡിക്വേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഡ്രെയിനേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ചേഞ്ചിങ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ്. ബിക്കോസ് മഴ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, പെയ്യുന്ന മഴയ്ക്ക് നല്ല രീതിയിൽ ശക്തിയോടുകൂടിയാണ് മഴ പെയ്യുന്നത്. ഇപ്പൊ 20-25 മില്ലിമീറ്റർ ഒന്നും അല്ല ഒരു മണിക്കൂറിൽ പെയ്യുന്നത്, 100-125 അതിന് മുകളിലേക്കൊക്കെ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അത് ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു എവിഡന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്കത് പറയേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ ബോഡീസിന്റെയും ഗ്രീൻ സ്പേസസിന്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് ഓഫ് ഹാബിറ്റേഷന് വേണ്ടിയിട്ട് എല്ലായിടങ്ങളിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് വരുന്നു, അല്ലെങ്കിൽ നികത്താൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നികത്തി ഈ പറഞ്ഞ അവിടെ ബിൽഡിങ്ങുകൾ കെട്ടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും വെള്ളത്തിന് നോർമലി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്പേസുകളൊക്കെ തന്നെ പതുക്കെ പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്പേസുകൾ ഇല്ലാണ്ടാകുന്നതും ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് അത് ഫ്ലഡ് ആകുന്നതിലേക്ക് വഴിതെളിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ആ ലോസ് ഓഫ് വാട്ടർ ബോഡീസ് ആൻഡ് ഗ്രീൻ സ്പേസിന്റെ കാര്യത്തിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് നടത്തിയ പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ തന്നെ 70-80% അവരുടെ വാട്ടർ ബോഡീസ് ഈ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഇല്ലാണ്ടായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ നല്ലൊരു ഇമ്പോർട്ടന്റ് ഡേറ്റാസ് ആണ്, നമുക്ക് ആൻസറിനകത്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 70-80% അവയുടെ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബോഡീസും ഗ്രീൻ സ്പേസും നഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയൊരു സത്യാവസ്ഥയായിട്ട് നമുക്ക് സൂചിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ വരുന്ന കാരണമാണ് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇത്തവണ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കേണ്ട വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻക്രീസ്ഡ് ഫ്ലഡ്സ് ഇൻ അവർ കൺട്രി എന്നുള്ളതാണ് മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോവാണ്. വാട്ട് ഈസ് എ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് ബൈ RBI. ഈ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ RBIയുടെ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ കൂടിയാണ്. നമുക്ക് അടുത്ത വർഷത്തെ പ്രിലിംസിൽ ഒരുപാടധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എന്താണ് ഈ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതിനെ ഓർത്തിരിക്കുക, ഇത് കൊണ്ടുവന്നാൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് RBIയുടെ തന്നെ ഇന്നോവേഷൻ ഹബ്ബാണ്. RBI റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബാണ് ഈ ഒരു യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഓർക്കാം. ഇതിപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ പറഞ്ഞ പോലെ മാർജിനൈസ്ഡ് ഫാമേഴ്സ് ഒക്കെയാണ്. ഇവരുടെ കാര്യത്തിൽ ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ ഉള്ള ഫാമേഴ്സിന് 70% ആൾക്കാരും അപ്രോക്സിമേറ്റ്ലി 70% ആൾക്കാരും ഡെപ്റ്റ് ട്രാപ്പിലേക്ക് അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഇവർ ഡെപ്റ്റ് ട്രാപ്പിൽ അകപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർമൽ ക്രെഡിറ്റ് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് ലോണുകൾ അധികം നൽകത്തില്ല. ഫോർമൽ ക്രെഡിറ്റ് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ലോൺ നൽകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാർമേഴ്സിന്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി മെഷർ ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. എത്ര ആനുവലി വരുമാനം കിട്ടുന്ന വ്യക്തിയാണ്, എത്ര രൂപ ഈ പറഞ്ഞ പോലെ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റും, അങ്ങനെയുള്ള കപ്പാസിറ്റി, ആ ലെൻഡിങ് കപ്പാസിറ്റി ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിന്റെ കാര്യത്തിലേക്ക് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ഇവരുടെ വരുമാനം നമ്മൾ പലപ്പോഴും ഒരിടങ്ങളിൽ ഫിക്സഡ് ആയിട്ട് രേഖപ്പെടുത്താറൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കർഷകനാണെങ്കിലും എന്തെങ്കിലും ക്രോപ്പ് ഈ പറഞ്ഞ പോലെ വിളവെടുത്ത് കിട്ടുന്നു, അതുകൊണ്ട് മാർക്കറ്റിൽ കൊടുക്കുന്നു. പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് കർഷകന്റെ അക്കൗണ്ടിലേക്ക് ആയിരിക്കത്തില്ല, കയ്യിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാശ് കൊടുക്കുന്നത്. അപ്പൊ ഈ അക്കൗണ്ടിൽ കിട്ടുവാണെങ്കിൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി നമുക്ക് മെഷർ ചെയ്തെടുക്കുമായിരുന്നു. പക്ഷേ ഫാർമേഴ്സിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ഫാർമേഴ്സ്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം ഫാർമേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് നടക്കുന്നത്. കടകളിൽ കൊണ്ടുപോയി സാധനങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും അവർക്ക് ഫിസിക്കലി തന്നെയാണ് ക്യാഷ് മിക്കവാറും കൊടുക്കേണ്ടാവുക, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് അവർ പർച്ചേസ് ആയിരിക്കും ആ കടയിൽ നിന്ന് അവർ പോകുന്നത്. അപ്പൊ ആക്ച്വലി ആ ഒരു ഫാർമറിന്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ കാരണത്താലാണ് ബാങ്കുകളിൽ ഒരു കർഷകൻ ലോൺ ആവശ്യപ്പെട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ബാങ്കിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇദ്ദേഹം ഇത് എങ്ങനെ അടയ്ക്കും, എവിടെ നിന്ന് എടുത്ത് ഈ പറഞ്ഞ പോലെ ഈ പൈസ അടയ്ക്കും, അതിനുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു പരിധി വരെ, അതിന്
100% എന്നല്ല പറയുന്നത്, ഒരു പരിധി വരെ ഈ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു RBIയുടെ ഒരു ഇന്റർഫേസ് പ്ലാറ്റ്ഫോമാണ് യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ്. അതായത് ഇത് ആക്ച്വലി ഒരു കണക്ഷൻ ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിന്റെയും ഇടയിൽ ഒരു കണക്ഷൻ ലിങ്ക് ആയിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ കർഷകന്റെ തന്നെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, കർഷകൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ ഒരു കാറ്റിൽ ഡയറി ഫാമർ എന്ന് വിചാരിക്കാം. ആ ഒരു ഡയറി ഫാമിൽ അല്ലെങ്കിൽ ആ പശു വളർത്തുന്ന കർഷകൻ എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള പാൽ സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞു, ഇത്ര നാളും പറയുവാണെങ്കിൽ ആ സൊസൈറ്റികളൊക്കെ തന്നെ കസ്റ്റമറിന് ക്രെഡിറ്റ് ചെയ്ത് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റീസിനൊക്കെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെയുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെയും ഡേറ്റാസ് അങ്ങോട്ടേക്ക് കൊടുക്കും. അതായത് ഇന്ന ദിവസം ആ ഒരു കർഷകൻ എത്ര രൂപയുടെ ക്രെഡിറ്റ് കൊടുത്തു, മീൻസ് എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണ് സെയിൽ നടത്തിയത് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ആധാറും എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ആധാർ വെച്ച് തന്നെ ആ ഡേറ്റാസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാളെ ഒരു കർഷകൻ ഇവിടെയുള്ള ഒരു ബാങ്കിൽ ലോൺ ചോദിച്ച് ചെല്ലുമ്പോഴേക്കും ബാങ്കിന് ഈ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകന്റെ ആധാർ നമ്പറോ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ഐഡന്റിഫിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഫുള്ള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മാസം എത്ര രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ വർഷം എത്ര രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു. അതായത് ആ പ്ലാറ്റ്ഫോമിലേക്ക് വേറെ ഏതെങ്കിലും ബാങ്കുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രെഡിറ്റ് സൊസൈറ്റീസും ഈ കർഷകൻ എന്തെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയുടെ ലോൺ ആയിരുന്നു, എത്ര നാൾ കൊണ്ട് പുള്ളി അത് അടച്ചു തീർത്തു, എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ലോണ് ഈ പറഞ്ഞ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഇന്റർഫേസിലേക്ക് അപ്ലോഡ് ആവും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ആകുമ്പോഴേക്കും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം എടുത്തിരിക്കുന്ന ഫുൾ ക്രെഡിറ്റ് വിവരങ്ങൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാങ്കുകൾക്കാണെങ്കിലും വെരിഫിക്കേഷൻസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി ഈ പറഞ്ഞ ലോണായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എല്ലാവിധ ക്രെഡിറ്റ് ഇൻഫർമേഷൻസും ബാങ്കിന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ലോൺ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ തന്നെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ബാങ്കിനെ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ഇഷ്യൂയിങ് ഒക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തർ ആക്കാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആക്കാൻ സാധിക്കും. അത് ടൈംലി തന്നെ ലോണുകൾ കൊടുക്കാൻ സാധിക്കും. കർഷകനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ് തന്നെയാണ്, ലോൺ കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല. ഇനി രണ്ടാമത് ലോൺ കൊടുക്കാൻ തയ്യാറായി തന്നെ അതിന് കൂടുതൽ കാലതാമസം എടുക്കുന്നു. ഈ വർഷം കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന കർഷകനാണെങ്കിൽ ആ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും, അതായത് ബാങ്ക് നോക്കുമ്പോൾ അവരുടെ സേഫ്റ്റി കൊണ്ട് നോക്കിയിട്ട് വേണം അവർ ലോൺ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ബാങ്കിന്റെ സേഫ്റ്റി നോക്കാൻ പറ്റും, മീൻസ് ക്രെഡിറ്റ് സേഫ്റ്റി നോക്കാൻ പറ്റും. കർഷകനെ സംബന്ധിച്ച് ടൈംലി ലോണുകൾ കിട്ടാനായിട്ടും ഒക്കെ തന്നെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട്, മീൻസ് അഡ്വാൻറ്റേജ് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ആ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോം പാരഗ്രാഫ് വാട്ട് ഈസ് ULI എന്ന് എഴുതിയതിന്റെ ലാസ്റ്റ് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിസ് പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് സീംലെസ് ആൻഡ് കൺസെന്റ് ബേസ്ഡ് ഫ്ലോ ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ഈവൻ ലാൻഡ് റെക്കോർഡ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. ലാൻഡ് റെക്കോർഡ്സ് സഹിതം ചിലപ്പോൾ അതിനകത്ത് ഷെയർഡ് ആയിരിക്കും. ബിക്കോസ് ആ ഒരു കർഷകന്റെ സ്വന്തം പേരിൽ എത്ര ഭൂമി കിടപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബോറോവറിന്റെ ഡേറ്റാസ് മനസ്സിലാക്കാനായിട്ട് ബാങ്കുകളാണ് ലെൻഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ബോറോവേഴ്സിന്റെ എല്ലാത്തരം ഡേറ്റാസ് മനസ്സിലാക്കാനായിട്ട്, ഫിനാൻഷ്യൽ ഡേറ്റാസ് മനസ്സിലാക്കാൻ ലെൻഡേഴ്സിനെ സഹായിക്കുന്ന RBIയുടെ പുതിയൊരു എന്താ പറയുക ഒരു അപ്രോച്ചിങ് രീതിയാണ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ രീതിയാണ് ULI അഥവാ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു സ്ലൈഡിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 23rd ലോ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ 23ാമത്തെ ലോ കമ്മീഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോ കമ്മീഷൻ 22nd ലോ പാനലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി ലോ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വിച്ച് മീൻസ് ഒരു പർട്ടിക്കുലർ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോഴേക്കും ഒരു വകുപ്പ്, ഒരു ആക്ട് അവർക്ക് പിൻബലമായിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ആക്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആൻഡ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ നോട്ടിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന്റെ കീഴിൽ ഒരു നോട്ടിഫിക്കേഷനോടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇത് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ ഈ പറഞ്ഞ പോലെ ലോയിലും അല്ലെങ്കിൽ നിയമപരമായിട്ട് പറയുവാണെങ്കിൽ പുതിയതായിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസിലൊക്കെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻ സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതാണ്. റിപ്പോർട്ട് സമർപ്പിച്ചാണ് ഇവർ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. അത്തരത്തിൽ ഇവിടെ റണ്ണിങ് ആയിട്ടിരിക്കുന്ന ലോകളിലൊക്കെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, ഈ ലോ കമ്മീഷന്റെ ഉത്തരവാദിത്തം. റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അംഗീകരിക്കണമെന്നുണ്ടോ, അതുമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവർ ഫംഗ്ഷൻ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന്റെ കീഴിൽ ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ലോ കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നിലവിൽ ഇതിന്റെ ഹിസ്റ്ററീസ് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലോ കമ്മീഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1834 ഫസ്റ്റ് ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊളോണിയൽ പീരീഡിലാണ്, ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ്
1834 1834 പറയുന്നത് നമുക്കറിയാലോ, കൊളോണിയൽ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. ആ ഒരു ആക്ടിലൂടെയാണ് ഫസ്റ്റ് ലോ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. ദാറ്റ് വാസ് ചെയർഡ് ബൈ ലോർഡ് മക്കൗളി. അപ്പൊ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ലോ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ലോർഡ് മക്കൗളി ആയിരുന്നു, ആൻഡ് വാസ് ഇൻ ദ ഇയർ ഓഫ് 1834. ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1955 അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് MC സെത്തൽവാദ്. ഓക്കെ, അതും ഒന്ന് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബ്രിട്ടീഷിന്റെ കൈമേലായിരുന്നു 1834, ചെയർമാൻഷിപ്പ് ലോർഡ് മക്കൗളി ആയിരുന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1955 വിത്ത് ചെയർപേഴ്സൺ ആസ് MC സെത്തൽവാദ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ലോ കമ്മീഷനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിയൻ ഗവൺമെന്റ് റെസൊല്യൂഷൻ പാസ്സാക്കും. ആ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ആര് അപ്പോയിന്റ് ആണ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആണ് ഇവർക്ക് ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് അംഗീകാരം നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക. സോ പ്രസിഡന്റ് ഗീവ്സ് റെസെന്റ് ആണ്, പക്ഷേ ഇനീഷ്യലി യൂണിയൻ ഗവൺമെന്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും, അതിനുശേഷമാണ് പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിന് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഇവരുടെ ടെന്യൂർ 3 വർഷം കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 3 വർഷം കൂടുമ്പോഴാണ് പുതിയ പുതിയ ലോ കമ്മീഷൻ നമ്മൾ നിയമിക്കുക എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ആദ്യത്തെ ലോ കമ്മീഷൻ 1883 ചാർട്ടർ ആക്ട് 1833 പ്രകാരം ലോർഡ് മക്കൗളി ചെയർമാൻഷിപ്പ് ചെയ്തു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യത്തെ 1955 ചെയർഡ് ബൈ MC സെത്തൽവാദ്. ഇത്രയും കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന 23rd ലോ കമ്മീഷൻ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബിൽ ഇസ് നോട്ടി. ഓക്കെ, ഇത് ബേസിക്കലി വളരെ റിസ്കിയർ ആണ്, കുറച്ചുകൂടി പറഞ്ഞാൽ ഇതിനകത്ത് പോരായ്മകളുണ്ട് എന്നുള്ളതാണ് മെയിൻലി ആ ഒരു വാക്കുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബില്ലാണ്. ആക്ച്വലി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ വാർത്തയിൽ കേൾക്കാൻ ശ്രമിക്കും. മീൻസ് ബിൽ എന്നുള്ള വാക്ക് വെച്ചിട്ട് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഈ ഒരു ബില്ലിന്റെ പ്രോസസ് മീൻസ് ഒരു നിയമം ഇവിടെ ആകുന്നതിന്റെ വേണ്ടിയുള്ള ആദ്യത്തെ പ്രോസസ് ഒക്കെയാണ് വേണമെങ്കിൽ ബിൽ എന്ന് പറയാൻ പറ്റുന്നത്. ബിക്കോസ് സഭകളിൽ ഇത് അവതരിപ്പിക്കുമ്പോഴാണ് ബില്ലായിട്ട് മാറുന്നത്. എന്നിട്ട് ഇത് ഇരു സഭകളിലും ചർച്ച ചെയ്തിട്ട് പാസ്സാക്കും. പാസ്സാക്കി കഴിയുമ്പോഴാണ് ആക്ട് ആയിട്ട് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ട് കഴിയുമ്പോഴാണ് ഇത് ആക്ട് ആയിട്ട് മാറുന്നത്. ആക്ച്വലി നമുക്ക് എക്സാമിന് കുറേ കൂടെ ആവശ്യമുള്ളത് ഈ ആക്ട് ആയിട്ട് മാറുമ്പോഴത്തെ കാര്യങ്ങൾ. ബിക്കോസ് ബില്ലായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതേപടി ആകണം നിർബന്ധമില്ല. ആക്ട് ആകുമ്പോൾ കുറേയൊക്കെ ഇവർ ചർച്ച ചെയ്യുമ്പോഴേക്കും വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് കറക്ഷൻ വരുത്തേണ്ട കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ കറക്ഷൻസ് വരുത്തി അവതരിപ്പിക്കുന്ന ആക്ട് ആണ് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബിൽ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഇത് ആക്ട് ആണെന്ന് പറയുന്നത് നിർബന്ധമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ പേരന്റ് ആക്ട് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അതിനെക്കുറിച്ച് മെയിൻലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഇതിനകത്ത് പറയുന്ന മെയിൻലി ഒരു പ്രൊവിഷൻ ആണ് പറയുന്നത്. ആ പ്രൊവിഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് പഠിക്കാനായിട്ടുള്ളത് വൺസ് ഇത് ആക്ട് ആയിട്ട് മാറുമ്പോഴാണ്. അന്ന് 2024 തന്നെ ഇത് മാറിയിട്ടുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ആക്ട് 2024 എന്നുള്ള പേരിലേക്ക് നമുക്കൊന്ന് വാർത്തയിൽ വരും. ആ ടൈമിലാണ് കുറെ കൂടി ഡീപ്പായിട്ട് നമുക്ക് ഇതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അപ്പം ബേസിക് ആയിട്ടുള്ള ഇതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു ബേസിക് എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പേരന്റ് ആക്ട് എന്ന് പറയുന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. ഇത് നമ്മൾ 26 ഡിസംബർ 2005 ഇത് എനാക്ട് ചെയ്ത് ഓൺ ദ ആഫ്റ്റർമാത്ത് ഓഫ് 2004 സുനാമി. ഇന്ത്യയിൽ നാശം വിധിച്ച 2004 സുനാമിയുടെ ആഫ്റ്ററിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോഡി വേണം എന്നുള്ള തീരുമാനത്താൽ 26 ഡിസംബർ 2005 ഇങ്ങനെ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഈ ബോഡി പ്രകാരം ഏറ്റവും ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഈ ഒരു അതോറിറ്റിയാണ് നമ്മുടെ നാഷണൽ ലെവലിൽ ഇപ്പൊ ഇന്ത്യയിൽ ഉടനീളമുള്ള ഡിസാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ലേഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം ഓർക്കാം. ഈ അതോറിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ സഹായിക്കാനായിട്ട് നാഷണൽ ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരായിരിക്കും കൂടുതലും ആ കമ്മിറ്റിയുള്ളത്. ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ സഹായിക്കാനായിട്ട് പോളിസി എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എന്താ പറയുക ഓഫീസേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരായിരിക്കും. ഇനി താഴെ സ്റ്റേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെൻട്രൽ ലെവലിലുള്ളതാണ്. സ്റ്റേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ചെയർമാൻഷിപ്പ് വഹിക്കുന്നവരായിരിക്കും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ ആയിരിക്കും അത് ചെയർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഇനി ഇവയ്ക്കെല്ലാം പുറമെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒരു കലാമിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി അവിടേക്ക് റെസ്പോൺസിന്റെ ഭാഗമായിട്ട് എത്തുന്നതാണ് NDRF അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നുള്ള കാര്യം ഓർക്കാം. അവർ ഈ പറഞ്ഞ പോലെ മേജർ റോളാണ് ഡിസാസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NDRF പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്ന കാര്യം ഓർക്കാം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 അഡീഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ 1-2 കാര്യം ഇവിടെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്
ഇപ്പൊ നിലവിലുണ്ടായിരുന്ന രണ്ട് ബോഡിയാണ് നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയും അതുപോലെ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് കമ്മിറ്റികൾക്ക് ഈ ഒരു ബില്ലിലൂടെ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുക്കാൻ പോകാൻ, മീൻസ് അവരുടെ അധികാരം കൂടുതൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ വരുന്നതിനെയാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ തന്നെ ഈ ഒരു രണ്ട് ബോഡീസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട്, മീൻസ് ഫണ്ടുകളൊക്കെ അലോക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് മേളിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിന്ന് ഈ ഫണ്ട് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്ത് വരണം. ഒരുപാട് പേപ്പർ വർക്കുകൾ അതിന് വേണ്ടി വരികയാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഈ ബോഡീസിന് സ്റ്റാറ്റ്യൂട്ടറി അധികാരം കൊടുത്തു കഴിയുമ്പോഴേക്ക് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ആ പേപ്പർ വർക്കുകളുടെ എണ്ണം ആക്ച്വലി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ഒരു പരിധി വരെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി വീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് നമ്മൾ ആക്ച്വലി വേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് കയറി പോകുന്നത്, മീൻസ് ബോട്ടം അപ്രോച്ച് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് മൂലം ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഡിലേഡ് റെസ്പോൺസ്, ഡിസാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പലപ്പോഴും ഡിലേഡ് റെസ്പോൺസുകൾ വരുന്നു. ആ ഡിലേഡ് റെസ്പോൺസ് ആണ് പലപ്പോഴും ജീവനുകൾ അപകടത്തിൽപ്പെടുന്നത്. ബിക്കോസ് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പേർ ട്രാപ്പായി കിടക്കുമായിരിക്കും. ആ ട്രാപ്പായിട്ട് കിടക്കുന്ന ആളുകളെ നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് വൈകിപ്പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്ററിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുന്ന ആളുകളെ ഈ പറഞ്ഞ പോലെ കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് ഒരുപാട് പേരുടെ ലൈഫിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിവേ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഈ സൈഡിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ നാളെ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറിയേക്കാം. അതുകൊണ്ടാണ് ബില്ലിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഫോക്കസ് കൊടുക്കേണ്ട. വൺസ് ഇറ്റ് ബിക്കംസ് ആക്ട് ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളിലെ എന്തെങ്കിലും ചിലപ്പോൾ നാളെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അത്രേ ഉള്ളൂ ഈ ഒരു ആർട്ടിക്കിളിന് എക്സാമിന് വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ട്. സോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ ക്വസ്റ്റൻ ആണ്, ലോ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ആർട്ടിക്കിൾസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.